നിനക്കറിയോ ഇന്ന് ഞങ്ങളെ ക്ലാസ്സിൽ ഒരുപാട് അടിച്ചു പൊളിച്ചു, ഒരുപാട് ഗെയിംസ് ഒക്കെ കളിച്ചു. രുദ്ര, നീ ഇങ്ങോട്ട് വന്നത് നന്നായി. ദാ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ എന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ കേക്കാ. എനിക്ക് വേണ്ടി നീ ഇത് കൊണ്ടുപോയി മാഡം കാനുങ്കോയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? ഷുവർ മാം. മൈര, വരുൺ, നിങ്ങൾ രണ്ടുപേരും ഇത് ഇങ്ങോട്ടേക്കാ പോന്ന്? രുദ്ര കേക്ക് കൊടുത്തിട്ട് വേഗം ഇങ്ങോട്ട് തിരിച്ചു വരുമെന്നേ. നിങ്ങൾ രണ്ടുപേരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്യ്. It's yummy. Thank you, ma'am. പെട്ടെന്ന് ഇവർക്കൊക്കെ എന്താ പറ്റിയത്? ഷാക്ലീന് നമുക്ക് കേക്കൊക്കെ തരുന്നുണ്ടല്ലോ, അത് നമുക്കാ തന്നിരിക്കുന്നേ. I am awesome. കാരണം മൈരയും വരുണും കഴിച്ച കേക്ക് ഉണ്ടല്ലോ, അത് ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഈവൽ കേക്കാണ്. ഇനിയാണ് കളി തുടങ്ങുന്നത്. ആ ഈവൽ കേക്ക് രുദ്ര, മൈര, വരുണിന്റെ കൂട്ടുകെട്ട് മൊത്തത്തിൽ ശത്രുതയാക്കി മാറ്റും. മോം ശരിക്കും ഈവൽ തന്നെയാ. അത് പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നേ? നിങ്ങൾ രണ്ടുപേരും ചെല്ല്, മൈരയുടെയും വരുണിന്റെയും മുമ്പിൽ ചെന്ന് അത്തരം കാര്യങ്ങൾ സംസാരിക്കുക. അത് കേൾക്കുമ്പോ അവർക്ക് രണ്ടുപേർക്കും അവരുടെ മനസ്സിൽ രുദ്രയോട് ശത്രുത തോന്നണം. ബാക്കി കാര്യങ്ങളൊക്കെ എന്റെ കേക്ക് നോക്കിക്കോളൂ. എന്ന് വെച്ചാൽ രുദ്ര ഇങ്ങോട്ട് തിരിച്ചെത്തുമ്പോൾ അപ്പോൾ അവന്റെ കൂട്ടുകാരല്ല, ഈവിൾ മൈര വരുൺ വേഴ്സസ് രുദ്രയുടെ ലൈവ് ടെലികാസ്റ്റ് നമുക്ക് കാണാം. ഐ ആം സോ എക്സൈറ്റഡ്. മൈര, വരുൺ, നിങ്ങൾ ഇരിക്കേ. രുദ്ര നിങ്ങളോട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായത് അവൻ വരുന്നത് വരെ നിങ്ങൾ ഇങ്ങനെ നിക്കണമെന്നോ മറ്റോ? അല്ല, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കാം. രുദ്ര നിങ്ങളെ എല്ലാവരെയും എന്ത് സർവറിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്? എന്താ കൂട്ടുകാരായി കാണാത്തത്? ഓ, നിങ്ങളുടെ രണ്ടുപേരുടെ കാര്യത്തിൽ രുദ്ര എന്തായി ചെയ്തു വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഐഡന്റിറ്റി തന്നെ നശിപ്പിച്ചിരിക്കുക. നിങ്ങൾ രണ്ടുപേരും അവന്റെ ജോലിക്കാരായി മാറിയിരിക്കുക. നിങ്ങൾക്ക് രംഗിലേക്കും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ജോഡി, ഇത് കണ്ടോ? ഇപ്പൊ രുദ്ര ഇങ്ങോട്ടെത്തും. അവൻ ഇവരോട് ഇരിക്കാൻ പറയും. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങ് ഇരിക്കും. പിന്നെ അവൻ പറയും നിക്കാൻ. അപ്പോൾ ഇവർ രണ്ടുപേരും നിൽക്കും. നിങ്ങൾ രണ്ടുപേർക്ക് എന്താ പറ്റിയത്? ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ ചിലതൊക്കെ അവർക്ക് മാത്രം സംഭവിക്കും. മാറി നിക്ക. അവന്മാര് ഞങ്ങളെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തിരിക്കുക. ഞങ്ങൾ അവരെ വിടുന്ന പ്രശ്നമില്ല. ഒന്ന് നോക്ക്. നിങ്ങളുടെ മാജിക് തലതിരിഞ്ഞ് ഞങ്ങളുടെ നേരെയായി പോയി. നിങ്ങളുടെ ഈവിൾ കേക്ക് കഴിച്ചിട്ട് മൈറയും വരുണും ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത് രുദ്രയെ അല്ല. അവർ രണ്ടുപേരും ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. എന്ത്? അതെങ്ങനെ സംഭവിച്ചത്? ജനേ, ജോഡി, നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഒരുപാട് കളിയാക്കിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ നിങ്ങളെ എടുത്തിട്ട് പന്താടാൻ പോവാണ്. നിങ്ങളുടെ എല്ലുകളൊക്കെ പീസ് പീസായി തകർന്ന് തരിപ്പണമാവുന്നവരെ കളിക്കും. അനങ്ങി പോരുത് പറഞ്ഞേക്കാം. ജെനിയും ജോണിയും തൊട്ട് പോരുത്. എന്റെ ഈവിൽ കേക്ക് കഴിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ തന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണല്ലേ? വന്ന് നിൽക്കുന്നുണ്ടില്ലേ കാട്ടുപൂച്ചകളെ പോലെ. കാട്ടുപൂച്ചകളുടെ ദേഷ്യം നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഇനി നീ അത് കാണും.
ഈ മരം വരുന്ന എങ്ങോട്ടാ പോയെന്ന് അറിയില്ലല്ലോ. കതക് തുറക്ക്. മര്യാദയ്ക്ക് കതക് തുറന്നോ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ വാതില് തള്ളി പൊളിക്കാം. മരം വരുൺ, നിങ്ങൾക്ക് ഇതെന്താ പറ്റിയത്? നിക്ക്. Ibaiska protection shield creator. ഒന്ന് സമാധാനിക്കും മൈറ വരുൺ. നിങ്ങൾ എന്തായി ചെയ്യുന്നേ? ദേഷ്യം മതിയാക്ക്. നിങ്ങൾ ഈ ഷീൽഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും വേഗം. രുദ്ര, നീ ഞങ്ങളുടെ ഇടയിൽ കയറി ഇങ്ങനെ ഒന്ന് തടസ്സം ചെയ്യരുതാ. മര വരുണൊന്ന് നിൽക്കൂ. കുട്ടികളെ, നമുക്ക് എവിടെയെങ്കിലും പതുങ്ങിയിരിക്കാം. വേഗം ചെന്ന് ഒളിച്ചിരിക്കുക. തീർച്ചയായിട്ടും അവർ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. വാ, നമുക്ക് ചെന്ന് തേടി നോക്കാം. ഹലോ ചെനി, ജോഡി, നിങ്ങൾ എവിടെയുള്ളതെന്ന് പറ. നിങ്ങളിപ്പോ എവിടെയുള്ളത്? എനിക്കറിയാം, നിങ്ങൾ ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങളെ ഞങ്ങൾ വിടണോ അല്ലെങ്കിൽ കടിച്ചു കീറണോ? പറയ്, ഇനി ഞങ്ങൾ അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഇരുട്ട് വളരെ ഇഷ്ടമാണ്. ഇരുട്ട് സമയത്ത് ശത്രുവിന് ഒന്നും ശരിക്കും കാണാൻ പറ്റില്ല. പക്ഷേ നമുക്ക് മാത്രമെല്ലാം തെളിച്ച് കാണാൻ കഴിയൂ. കണ്ടിട്ട് ഇത് അവര് രണ്ടുപേരെ പോലെ തന്നെ ഉണ്ടല്ലോ. മര വരുൺ, എന്താ ഈ ചെയ്യുന്നേ? ഇബൈസ്ക സ്റ്റാച്ചു സ്റ്റോപ്പ്. നിങ്ങൾ എവിടേക്ക് വേണമെങ്കിൽ പോക്കോ, പക്ഷെ ഇങ്ങോട്ട് പോകുന്നു ഞങ്ങൾ നോക്കട്ടെ. എവിടെ ചെന്ന് പതുങ്ങിയാലും ഞങ്ങൾ നിങ്ങളെ കണ്ടെത്തും. മൈറ വരുൺ, ഒന്ന് നിൽക്ക്. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്ത് കളിയായത്? 2 മണിക്കൂറത്തെ ഡിറ്റൻഷൻ. ജോഡി എവിടെ? മിസ് സെക്യൂരിറ്റി, നിങ്ങൾ ഞങ്ങളെ മൈരയുടെ വരുണിന്റെ അടുത്തുനിന്ന് രക്ഷിക്കണം. നിക്കവിടെ. മൈര, വരുൺ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് അത്രയ്ക്ക് ധിക്കാരോ?
ഈവിൽ മാൻ, ചെന്ന് പിടിക്കവരെ. ഈ നിമിഷം മുതൽ നിങ്ങൾ ഈവിൽ മാൻ ആണ്. ചെന്ന് ജെന്നി ജോഡിയെ പിടിക്കാം. രുദ്ര, എന്നെ ഒന്ന് സഹായിക്ക്. സെക്യൂരിറ്റി, മൈറ വരുണിന് നേരെ ആരും മാജിക് പ്രയോഗിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് സോറി പറയാം. അവരിപ്പോ ഏത് വഴിയിൽ കൂടിയാ പോയത്? രുദ്ര, നിന്റെ കൂട്ടുകാരുടെ കൈ നിന്റെ ജെനി ജോഡി ഒന്ന് രക്ഷിക്ക്. എല്ലാം എന്റെ തെറ്റ് തന്നെയാ. ഞാൻ ആ ഈവൽ കേക്ക് മൈരയ്ക്കും വരുണിനും കൊടുത്തില്ലായിരുന്നെങ്കിൽ അവര് രണ്ടുപേരെ ജെനിയുടെയും ജോഡിയുടെയും പുറകെ ഇങ്ങനെ ഈവൽ ആയിട്ട് ഫോളോ ചെയ്യില്ലായിരുന്നു. പ്ലീസ് അവരെ ഒന്ന് സഹായിക്ക്. എന്റെ മാജിക് യൂസ് ചെയ്ത് അവരെ തടയാൻ പറ്റുന്നില്ല. അവർ രണ്ടുപേരും എങ്ങനെയാ പഴുതുപോലെ മാറാ? ഈവൽ കേക്കിന്റെ എഫക്റ്റ് മാറാനായിട്ട് അവർക്ക് ഗുഡ്നെസിന്റെ കേക്ക് കൊടുക്കണം. എന്നാ ശരി, എന്നാ ഗുഡ്നസ് കേക്ക് ഉണ്ടാക്കൂ. ഞാൻ അവരെ തടഞ്ഞു നിർത്താം. ചെന്നവർ രണ്ടുപേരെ പിടിക്ക. ഒരുവിധം രക്ഷപ്പെട്ടു. ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. കണ്ടില്ലേ, സൂര്യൻ നിങ്ങളെ വിളിക്കുന്നുണ്ട്. നിങ്ങളെ ചുറ്റി വളച്ചു കഴിഞ്ഞു. ആരെങ്കിലും ഞങ്ങളൊന്ന് രക്ഷിക്കേ. എല്ലാവരും പറയുന്നത് ശരിയാ. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നുള്ളത് ശരിയാ. Zybaiska, Eagle Man Controller!
ചേടാ, ഈ കേക്ക് മുഴുവനും കത്തിപ്പോയല്ലോ. എന്തൊരു ദുർഗന്ധാ ഇത്. ആ മണ്ടന്മാരിത് എങ്ങോട്ടാ പോയത്? ഇനി നമ്മുടെ കാര്യം എന്താകും? നമ്മൾ ആര് രക്ഷിക്കും? അമ്മ പോലും നമ്മളെ രക്ഷിക്കാൻ വരുന്നില്ല. എവിടെ പോയി പതുങ്ങിയിരുന്നാലും ഞങ്ങളുടെ കൺമുന്നിൽ വന്ന് പെടും. നീ അവിടുന്ന് ആദ്യം വഴി മാറി നിൽക്കാൻ. ഇന്ന് ഇവരെ പഴയ കണക്കുകളും മൊത്തം സെറ്റിൽ ചെയ്തിട്ടേ ഉള്ള കാര്യം. മരോ വരുൺ, നിങ്ങൾ എന്റെ കൂട്ടുകാരാണ്. തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഇപ്പൊ തെറ്റെന്ന് പറയുന്ന കാര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ശരിയാണ്. വഴി മാറി നിൽക്കാൻ. ഇനിയിപ്പോ അത് പറഞ്ഞേ പറ്റൂ. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. മൈറ, വരുൺ, ഈ ഫൈറ്റിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നുന്നില്ല. നമുക്ക് അല്പം കേക്ക് ഫൈറ്റ് ചെയ്യാം. രുദ്ര, നമ്മളിവിടെ എന്താ ചെയ്യുന്നേ? ഞങ്ങളുടെ മുഖത്ത് കേക്ക് വലിച്ചെറിഞ്ഞത് ആരാ? താങ്ക് യു രുദ്ര, താങ്ക് യു വെരി മച്ച്. രുദ്ര, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഇവിടുന്ന് പോകുന്ന മുമ്പ് ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. ആരാണോ മറ്റുള്ളവർക്ക് കുഴി വെട്ടുന്നത്, അവസാനം അവർ ആ കുഴിയിൽ തന്നെ വീഴും. ഞങ്ങളത് മനസ്സിലാക്കി. സോറി.
രുദ്ര, നീ എന്തിനാ ജെനി ജോഡിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇറ്റ്സ് എ ലോങ് സ്വീറ്റ് ആൻഡ് സോർ സ്റ്റോറി. നിങ്ങൾ രണ്ടുപേരും ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് പറഞ്ഞുതരാം.